ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 23-ാമത്തെ ദശകം നോക്കാം. ദക്ഷചരിതവും ചിത്രകേതുപാഖ്യാനവും. ഒന്നാമത്തെ ശ്ലോകം. പ്രാചേതസസ്തു ഭഗവൻ അപരോഹി ദക്ഷസ്തു സേവനം വ്യതിത സർഗവിവൃദ്ധികാമഃ ആവിർബഭൂവിധ തഥാ ലസദഷ്ടബാഹുസ്തസ്മൈ വരം ദദിത താം ച വധൂമസിഗ്നീം. പദം മുറിച്ച് പറയാം. പ്രാചേതസഃ തു ഭഗവൻ അപരഃ ഹി ദക്ഷഃ ത്വത് സേവനം വ്യതിത സർഗവിവൃദ്ധികാമഃ ആവിർബഭൂവിത തഥാ ലസത് അഷ്ടബാഹുഃ തസ്മൈ വരം ദദിത താം ച വധൂം അസിഗ്നീം. ഭഗവൻ പ്രാചേതസഃ അപരഃ ഹി. ഭഗവാനെ, പ്രാചേതസ്സുകളുടെ പുത്രനായ മറ്റൊരാളുണ്ടല്ലോ, ദക്ഷഹാത്തു, ആ ദക്ഷനാകട്ടെ, സർഗവിവൃദ്ധി കാമഹ ത്വത് സേവനം വ്യഥിത, സൃഷ്ടിതത്പരനായിട്ട് അവിടുത്തെ ഭജിച്ചു. തഥാ, അപ്പോൾ, ലസത് അഷ്ടബാഹുഹു, 8 കൈകളോടുകൂടി അവിടുന്ന് ആവിർബഭൂവിത, പ്രത്യക്ഷപ്പെട്ടു. തസ്മൈ വരം, ദക്ഷന് വരം എന്ന് പറയുമ്പോൾ ആഗ്രഹിച്ച വരവും, താം അസിഗ്നീം വധൂം ച, ആ അസിഗ്നി എന്ന ഭാര്യയെയും നൽകി. ഇപ്പോൾ പ്രചേതസ്സുകളുടെ പുത്രനായ മറ്റൊരു ദക്ഷൻ പ്രജാസൃഷ്ടി വർദ്ധിപ്പിക്കാനായിട്ട് ഭഗവാനെ തപസ് ചെയ്തു. 8 തൃക്കൈകളോടുകൂടി ഭഗവാൻ ദക്ഷന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ആഗ്രഹിച്ച വരവും കൊടുത്തു. അതുപോലെ തന്നെ അസിഗ്നി എന്ന ഭാര്യയെയും ദക്ഷന് നൽകി. അടുത്തത് 2-ാമത്തെ ശ്ലോകം. തസ്യാത്മജാസ്ത്വയുധമീശ പുനഃസഹസ്രം ശ്രീനാരദസ്യ വചസാ തവ മാർഗമാബു നൈഗത്ര വാസമൃഷയേ സ മുമോജ ശാപം ഭക്തോത്തമസ്തൃഷിരനുഗ്രഹം ഏവമേനേ. പദം മുറിച്ച് പറയാം. തസ്യ ആത്മജാഃ തു അയുധം ഈശ പുനഃ സഹസ്രം ശ്രീനാരദസ്യ വചസാ തവ മാർഗമാബുഃ നൈഗത്ര വാസം ഋഷയേ സ മുമോച്ച ശാപം ഭക്തോത്തമഃ തു ഋഷിഃ അനുഗ്രഹം ഏവ മേനേ. ഭക്തോത്തമസ്തൃഷിരനുഗ്രഹമേവ മേനേ. ഈശ, ഗുരുവായൂരപ്പ, തസ്യ ആത്മജാഃ തു, ആ ദക്ഷന്റെ പുത്രന്മാരാകട്ടെ, അയുധം പുനഃ സഹസ്രം, 10,000 പേരും പിന്നെ 1000 പേരും, ശ്രീനാരദസ്യ വചസ, ശ്രീനാരദന്റെ ഉപദേശം കൊണ്ട്, തവ മാർഗം ആബുഹു, അങ്ങയുടെ മാർഗത്തെ പ്രാപിച്ചു. സഹ ഋഷയേ, ദക്ഷൻ, സഹ എന്ന് പറയുമ്പോൾ ദക്ഷൻ നാരദനായിക്കൊണ്ട്, ഋഷയേ നാരദനെ, ന ഏകത്ര വാസം മുമുജു, ഒരിടത്തും സ്ഥിരമായി വസിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് ശപിച്ചു. ഭക്തോത്തമഃ ഋഷി തു, പരമഭക്തനായ നാരദ മഹർഷിയാകട്ടെ, അനുഗ്രഹമേവ മേനെ, ആ ശാപത്തെ അനുഗ്രഹമായിട്ട് തന്നെ വിചാരിച്ചു. ഇവിടെ ദക്ഷശാപത്തെക്കുറിച്ച് പറയാണ്. ഗുരുവായൂരപ്പ, പ്രചേതസ്സുകളുടെ പുത്രനായ ദക്ഷന്റെ 10,000 പേരും പിന്നെ 1000 പേരും എന്ന് പറയുമ്പോൾ, ദക്ഷന് പത്നിയായ അസിഗ്നിയില് ഹരിശ്വന്മാർ എന്ന പേരിൽ ആദ്യം 10,000 പുത്രന്മാരുണ്ടായി. അവരെല്ലാവരും സൃഷ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നാരായണ തീർത്ഥത്തിൽ പോയി തപസ് ചെയ്തു.
ആ സമയത്ത് നാരദ മഹർഷി അവിടെ എത്തിയിട്ട് അവർക്ക് തത്വോപദേശം കൊടുക്കുകയാണ്. അങ്ങനെ നാരദ മഹർഷി അവരെ മോക്ഷമാർഗത്തിലേക്ക് തിരിച്ചുവിട്ടു. പ്രജാസൃഷ്ടി നടക്കാത്തത് കൊണ്ട് ദുഃഖിച്ച ദക്ഷന് ശബളാശ്വന്മാർ എന്ന പേരിൽ വീണ്ടും 1000 പുത്രന്മാരുണ്ടായി. അവരും നല്ല രീതിയിൽ സൃഷ്ടി നടക്കാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യാൻ തുടങ്ങി. അവിടെയും നാരദ മഹർഷി വന്ന് അവർക്കും വേണ്ട തത്വോപദേശം കൊടുത്തിട്ട് അവരെയും മോക്ഷമാർഗത്തിലേക്ക് തിരിച്ചുവിട്ടു. ഇതറിഞ്ഞ് കോപിച്ച ദക്ഷൻ, അങ്ങക്ക് എവിടെയും സ്ഥിരമായി നിൽക്കാൻ കഴിയാതെ പോകട്ടെ എന്ന് നാരദനെ ശപിക്കുകയാണ്. ആ ശാപത്തെ അനുഗ്രഹമായിട്ട് തന്നെ നാരദ മഹർഷി സ്വീകരിച്ചു. കാരണം സ്ഥിരമായി ഒരിടത്ത് തന്നെ താമസിക്കുമ്പോഴാണ് സംസാരബന്ധനം ഉണ്ടാകുന്നത്. ഞാൻ എൻ്റെ എന്ന തോന്നൽ അത് തന്നെയാണ് മുക്തിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇനി 3-ാമത്തെ ശ്ലോകം. ഷഷ്ട്യാ തതോ ദുഹിതൃഭിസൃജതഃ കുലൗഘാൻ ദൗഹിത്രസൂനുരഥ തസ്യ സവിശ്വരൂപ തുസ്തോത്രവർമ്മിതമജാപയദിന്ദ്രമാജൗ ദേവത്വദീയമഹിമാ ഖലു സർവചൈത്ര. പദം മുറിച്ച് പറയാം. ഷഷ്ട്യാ തതഃ ദുഹിതൃഭിഃ സൃജതഃ കുലൗഘാൻ കുലൗഘാൻ ദൗഹിത്രസൂനുഃ അഥ തസ്യ സ വിശ്വരൂപഃ ത്വത് സ്തോത്രവർമ്മിതം അജാപയത് ഇന്ദ്രം ആജൗ ദേവ ത്വദീയമഹിമാ ഖലു സർവജേത്രഃ. തതഃ ഷഷ്ട്യാ ദുഹിതൃഭിഃ, അനന്തരം 60 പെൺമക്കളിലൂടെ കുലൗഘാൻ സൃജതഃ തസ്യ, പല വംശങ്ങളെയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ ദക്ഷൻ്റെ ദൗഹിത്രസൂനുഹു സഹ വിശ്വരൂപഃ, മകളുടെ മകൻ്റെ മകനായ വിശ്വരൂപൻ. അഥ ആജൗ ഇന്ദ്രം, പിന്നീട് യുദ്ധത്തിലെ ഇന്ദ്രനെ ത്വത് സ്തോത്രവർമ്മിതം, അങ്ങയുടെ സ്തോത്രം കൊണ്ട് രക്ഷിച്ച് അജാപയത് ജയിപ്പിക്കുകയുണ്ടായി. ദേവ, ഭഗവാനെ, ത്വദീയ മഹിമ, അങ്ങയുടെ മഹാത്മ്യം സർവജയിത്രഃ ഖലു, സർവരെയും ജയിക്കുന്നതാണല്ലോ. അപ്പോൾ പിന്നീട് ദക്ഷന് 60 പെൺമക്കളുണ്ടായി. അവരിലൂടെ ദക്ഷൻ പല പല വംശങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ദക്ഷൻ്റെ മകളുടെ മകൻ്റെ മകനായ വിശ്വരൂപൻ നാരായണ കവചം എന്ന മന്ത്രം കൊണ്ട് ഇന്ദ്രനെ രക്ഷിച്ച് യുദ്ധത്തിൽ ജയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് മേൽപ്പത്തൂർ പറയാണ്, ഭഗവാനെ, അവിടുത്തെ മഹിമ എല്ലാവരെയും ജയിക്കുന്നതാണല്ലോ. അപ്പോൾ ബൃഹസ്പതി ഒരിക്കലെ കോപം കൊണ്ട് ഇന്ദ്രനെ ഉപേക്ഷിച്ചു പോയ സമയത്ത് എന്ന് പറയുമ്പോൾ ദേവഗുരുവായ ബൃഹസ്പതി ഒരിക്കലെ ഇന്ദ്രൻ്റെ അടുത്തെത്തി. ആ സമയത്ത് ഇന്ദ്രൻ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. മുനിവരനായ ബൃഹസ്പതി സഭാമധ്യത്തിൽ വന്നിരിക്കുന്നത് കണ്ടിട്ടും ഇന്ദ്രൻ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റില്ല. ഇത് കണ്ട ബൃഹസ്പതി ഉടനെ തന്നെ അവിടെ നിന്നും തിരിച്ചുപോയി. അങ്ങനെ ബൃഹസ്പതി അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം വിശ്വരൂപനെ പുരോഹിതനായിട്ട് സ്വീകരിച്ചു. ആ വിശ്വരൂപൻ നാരായണ കവചം എന്ന മന്ത്രം കൊണ്ട് ദേവാസുര യുദ്ധത്തിൽ ദേവേന്ദ്രനെ ജയിപ്പിച്ചു. ഇനി 4-ാമത്തെ ശ്ലോകം. പ്രാക്ഷൂരസേന വിഷയേ കില ചിത്രകേതു പുത്രാഗ്രഹീ നൃപതിരംഗിരസപ്രഭാവാത് ലബ്ധ്വേകപുത്രമഥ തത്ര ഹതേ സപത്നീ സംഘൈരമുഹ്യദവശസ്തവ മായയാസൗ. പദം മുറിച്ച് പറയാം. പ്രാക് ശൂരസേന വിഷയേ കില ചിത്രകേതു പുത്രാഗ്രഹി നൃപതിഃ അംഗിരസഃ പ്രഭാവാത് ലബ്ധ്വാ ഏകപുത്രം അഥ തത്ര ഹതേ സപത്നീസംഘൈഃ അമുഹ്യത് അവശഃ തവ മായയാ അസൗ. പ്രാക് എന്ന് പറയുമ്പോൾ പണ്ട്, ശൂരസേന വിഷയേ, ശൂരസേന രാജ്യത്ത് ചിത്രകേതു എന്നു പേരായ
പുത്ര ആഗ്രഹി, ഒരു പുത്രൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന നൃപതി കില, രാജാവ് ഉണ്ടായിരുന്നു അത്രേ. അസൗ അങ്കിരസഃ പ്രഭാവാത്, ആ രാജാവ് ചിത്രകേതു അങ്കിരസ് എന്ന മഹർഷിയുടെ പ്രഭാവം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് ഏകം പുത്രം ലബ്ധ്വ, ഒരു പുത്രനെ ലഭിച്ചിട്ട് അഥ അതിനുശേഷം തത്ര അവിടെ എന്ന് പറയുമ്പോൾ ആ പുത്രൻ സപത്നി സംഘൈഹി ഹതേ, മറ്റു പത്നിമാരാൽ വധിക്കപ്പെട്ടപ്പോൾ തവ മായയ അവശഃ, ഭഗവാനെ അങ്ങയുടെ മായ കൊണ്ട് ദുഃഖിതനായിട്ട് അമുഹ്യത്, മോഹാത്സ്യപ്പെട്ടു. പണ്ട് ശൂരസേന രാജ്യത്ത് ചിത്രകേതു എന്നു പേരായ രാജാവ് ഉണ്ടായിരുന്നു. ഇവിടെ ചിത്രകേതുവിൻ്റെ ചരിതം പറയാണ്. ചിത്രകേതുവിന് അനേകം പത്നിമാർ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു പുത്രൻ ഉണ്ടായില്ല. അങ്ങനെ അങ്കിരസ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് മൂത്ത പത്നിയായ കൃതദ്യുതിയിൽ ഒരു പുത്രൻ ജനിക്കുകയാണ്. അതിനുശേഷം കൃതദ്യുതി എന്ന പത്നിയോട് മകൻ്റെ അമ്മ എന്ന രീതിയിൽ കൃതദ്യുതിയോട് രാജാവിന് കൂടുതൽ സ്നേഹമുണ്ടായി. ഇത് മറ്റു ഭാര്യമാർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അങ്ങനെ അസൂയാലുക്കളായി തീർന്ന ആ ഭാര്യമാർ ആ പുത്രന് വിഷം കൊടുത്തു എന്നാണ്. അങ്ങനെ മരിച്ചു കിടക്കുന്ന പുത്രനെ കണ്ടിട്ട് ചിത്രകേതു ബോധം കെട്ടു വീണു. ഇനി 5-ാമത്തെ ശ്ലോകം. തം നാരദസ്തു സമമങ്കിരസാദയാലു സംപ്രാപ്യ താവതുപദർശ്യ സുതസ്യ ജീവം കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിരാ വിമോഹം ത്യക്ത്വാ ത്വദർച്ചന വിധോ നൃപതിം ന്യയുങ്ക്താം. പദമുറിച്ച് പറയാം. തം നാരദസ്തു സമം അങ്കിരസാ ദയാലുഃ സംപ്രാപ്യ താവത് ഉപദർശ്യ സുതസ്യ ജീവം കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിര വിമോഹം ത്യക്ത്വാ ത്വത് അർച്ചന വിധോ നൃപതിം ന്യയുങ്ക്ത. ദയാലുഃ നാരദഃ തു, ദയാലുവായ നാരദനാകട്ടെ താവത് അപ്പോൾ അങ്കിരസാ സമം, അങ്കിരസിനോടുകൂടി തം സംപ്രാപ്യ ചിത്രകേതുവിനെ സമീപിച്ചിട്ട് സുതസ്യ ജീവം ഉപദർശ്യ പുത്രൻ്റെ ജീവനെ കാണിച്ചു കൊടുത്തിട്ട് കസ്യ പുത്ര അസ്മി, ഞാൻ ആരുടെ പുത്രനാണ്, ഇതി തസ്യ ഗിര എന്നിങ്ങനെയുള്ള ആ ജീവൻ്റെ വാക്കിനാൽ വിമോഹം ത്യക്ത്വ സങ്കടത്തെ കളഞ്ഞിട്ട് നൃപതിം രാജാവിനെ ചിത്രകേതുവിനെ ത്വത് അർച്ചനവിധൗ അങ്ങയെ സേവിക്കുന്നതിന് നിയോഗിച്ചു. ഇവിടെ ചിത്രകേതുവിൻ്റെ പുത്രൻ മരിച്ചതായി അറിഞ്ഞിട്ട് പുത്രൻ ജനിക്കാൻ വേണ്ടി ചിത്രകേതുവിനെ കൊണ്ട് യാഗം ചെയ്യിച്ച അങ്കിരസു മഹർഷി അതറിഞ്ഞിട്ട് അവിടെ വരികയാണ്. എന്നിട്ട് തൻ്റെ യോഗവിദ്യ കൊണ്ട് പുത്രൻ്റെ ആത്മാവിനെ തിരിച്ചു വിളിച്ചു. ആ ആത്മാവിനോട് പറഞ്ഞു, തിരിച്ചു വന്ന് അച്ഛനമ്മമാരുടെ കൂടെ കുറേ കാലം കൂടി താമസിച്ചിട്ട് അവരുടെ ദുഃഖം ഇല്ലാതാക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ ആത്മാവ് ചോദിക്കുകയാണ്, ഞാൻ ആരുടെ പുത്രനാണ്? എനിക്ക് ഇതുപോലെ അനേകം ജന്മങ്ങളിലായിട്ട് അനേകം അച്ഛനമ്മമാർ ഉണ്ടായിട്ടുണ്ട്. ഇവരിൽ ആരെയാണ് ഞാൻ ആശ്വസിപ്പിക്കേണ്ടത്? അത് കേട്ടപ്പോൾ ചിത്രകേതുവിൻ്റെ അജ്ഞാനം കൊണ്ടുണ്ടായ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതായി എന്നാണ്. പിന്നീട് അങ്കിരസ മഹർഷി രാജാവിനോട് ഭഗവാനെ ഭജിക്കാൻ ഉപദേശിച്ചു. ഇനി 6-ാമത്തെ ശ്ലോകം. സ്തോത്രം ച മന്ത്രമഭി നാരദദോധ ലബ്ധ്വാ തോഷായ ശേഷവഭുഷോ നനു തേ തപസ്യൻ വിദ്യാധരാധിപതിതാം സഹി സപ്തരാത്രേ ലബ്ധ്വാപ്യഗുണ്ഡമതിരന്വഭജത് ഭവന്തം. പദമുറിച്ച് പറയാം. സ്തോത്രം ച മന്ത്രം അഭി നാരദദഃ അഥ ലബ്ധ്വാ തോഷായ ശേഷവഭുഷഃ നനു തേ തപസ്യൻ വിദ്യാധര അധിപതിതാം സ ഹി
സപ്തരാത്രേ ലബ്ധ്വാ അഭി അകുണ്ഠമതിഃ അന്വഭജത് ഭവന്തം. അഥ അനന്തരം സഹ ഹി അദ്ദേഹമാകട്ടെ, ചിത്രകേതുവാകട്ടെ, നാരദനിൽ നിന്ന് സ്തോത്രം ച മന്ത്രം അഭി ലബ്ധ്വാ, സ്തോത്രവും മന്ത്രവും ലഭിച്ചിട്ട് ഭഗവാനെ ശേഷവപുഷഃ തേ, ആദിശേഷമൂർത്തിയായ അങ്ങയെ തോഷായ പ്രസാദിപ്പിക്കാനായിട്ട്, സന്തോഷിപ്പിക്കാനായിട്ട് തപസ്സു ചെയ്തിട്ട് സപ്തരാത്രേ 7 ദിവസം കൊണ്ട് വിദ്യാധര അധിപതിതാം, വിദ്യാധര ചക്രവർത്തി സ്ഥാനത്തെ ലബ്ധ്വാ അഭി, ലഭിച്ചു എങ്കിലും അകുണ്ഠമതി, വളരെയേറെ ചാരിതാർത്ഥ്യത്തോടെ തന്നെ ഭവന്തം അന്വഭജത്, അങ്ങയെ ഭജിച്ചു. അപ്പോൾ വീണ്ടും അങ്ങനെ ലഭിച്ചിട്ടും, വിദ്യാധര ചക്രവർത്തി സ്ഥാനം ലഭിച്ചിട്ടും പിന്നെയും ഭഗവാനെ തന്നെ ഭജിച്ചു എന്ന് പറയുകയാണ്. പിന്നീട് ചിത്രകേതു നാരദ മഹർഷിയിൽ നിന്ന് സ്തോത്രവും മന്ത്രവും ഒക്കെ മനസ്സിലാക്കിയിട്ട് ആദിശേഷമൂർത്തിയായ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പിന്നെയും തപസ് ചെയ്തപ്പോൾ 7 ദിവസം കൊണ്ട് തന്നെ വിദ്യാധര ചക്രവർത്തി സ്ഥാനം ലഭിച്ചുവെങ്കിലും അതുകൊണ്ട് തൃപ്തി വരാതെ ഉത്സാഹത്തോടുകൂടി വീണ്ടും ഭഗവാനെ ഭജിച്ചു. അടുത്തത് 7ാമത്തെ ശ്ലോകം. തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവന്നചിരതോ നുദിഭിപ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദധാത. പദമുറിച്ച് പറയാം. തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗണ ആവൃതേന ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവൻ അചിരതഃ നുദിഭിഃ പ്രസന്നഃ ദത്വാ ആത്മതത്വം അനുഗൃഹ്യ തിരോദധാത. മൃണാള ധവളേന, താമരവളയം പോലെ വെളുത്തതും, സഹസ്രശീർഷ്ണ ബദ്ധനുതി സിദ്ധഗണ ആവൃതേന, 1000 ശിരസ്സുകളോടുകൂടിയതും ചുറ്റും നിന്ന് സിദ്ധന്മാരെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നതുമായ സ്വരൂപത്തിൽ അചിരതഃ പ്രാദുർഭവൻ, കാലതാമസം കൂടാതെ പ്രത്യക്ഷപ്പെട്ടിട്ട് നുദിഭിഃ പ്രസന്നഃ, സ്തുതികളാൽ സംപ്രീതനായിട്ട് ആത്മതത്വം ദത്വ, ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം ദത്വ കൊടുത്തിട്ട്, ഉപദേശിച്ചു കൊടുത്തിട്ട് അനുഗ്രഹിച്ചിട്ട് തിരോദധാത പറഞ്ഞു. വിദ്യാധര ചക്രവർത്തി സ്ഥാനം ലഭിച്ചിട്ടും തൃപ്തിയാകാതെ വളരെ ഉത്സാഹപൂർവം ഭഗവാനെ ഭജിച്ചു കൊണ്ടിരിക്കുന്ന ചിത്രകേതുവിൻ്റെ അടുത്ത് താമരവളയം പോലെ വെളുത്തും 1000 ശിരസ്സുകളോടുകൂടിയും ചുറ്റും നിന്ന് സിദ്ധന്മാർ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നതുമായ സ്വരൂപത്തോടു കൂടിയിട്ട് എന്ന് പറയുമ്പോൾ ആദിശേഷ സ്വരൂപനായിട്ട് പെട്ടെന്ന് തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് സ്തുതികളാൽ സന്തുഷ്ടനായിട്ട് ആത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം, ആത്മജ്ഞാനത്തെ ചിത്രകേതുവിന് ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് ഭഗവാൻ അന്തർധാനം ചെയ്തു. ഭഗവാൻ അവിടെ നിന്ന് മറഞ്ഞു. ഇനി 8ാമത്തെ ശ്ലോകം. ത്വദ്ഭക്തമൗലിരതസോऽപി ച ലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാ ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭിഃ സംഗാതിരേകരഹിതോ ലളിതം ചചാര. പദമുറിച്ച് പറയാം. ത്വത് ഭക്തമൗലിഃ അഥ സഹ അഭി സോഭി ച ലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാ ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭിഃ സംഗാതിരേകരഹിതഃ ലളിതം ചചാര. അഥ ത്വത് ഭക്തിമൗലിഃ, പിന്നീട് ഭഗവാനെ അവിടുത്തെ ഭക്തോത്തമനായ സഹ അഭി ച, ആ ചിത്രകേതുവാകട്ടെ, ലക്ഷലക്ഷം വർഷാണി, അനേക ലക്ഷം സംവത്സരങ്ങൾ, ഹർഷുലമനാഹ,
ഹർഷം കൊണ്ട് നിറഞ്ഞ മനസ്സോടെ സന്തുഷ്ട മനസ്കനായിട്ട് ഭുവനേഷു ലോകങ്ങളിലെ എല്ലാ ലോകങ്ങളിലും തവ ഗുണഗണം അങ്ങയുടെ ഗുണഗണങ്ങളെ സുന്ദരീഭിഹി വിദ്യാധര സ്ത്രീകളോടുകൂടി സംഗാപയൻ നന്നായി ഗാനം ചെയ്തുകൊണ്ട് കാമം ചചാര ഇഷ്ടം പോലെ സഞ്ചരിച്ചു. സംഘ അതിരേകരഹിത ഒന്നിലും ആസക്തിയില്ലാത്തവനായിട്ട് ലളിതം സുന്ദരമായിട്ട് ഉല്ലാസമായിട്ട് ചചാര സഞ്ചരിച്ചു. അപ്പോൾ ഭഗവാന്റെ ഭക്തശിരോമണിയായ ചിത്രകേതുവാകട്ടെ അനേക ലക്ഷം വർഷങ്ങൾ നിറഞ്ഞ മനസ്സോടെ വിദ്യാധര സ്ത്രീകളാൽ സേവിക്കപ്പെട്ട് എല്ലാ ലോകങ്ങളിലും ഭഗവാന്റെ ഗുണഗണങ്ങളെ കീർത്തിച്ചുകൊണ്ട് ഒന്നിലും സംഘമില്ലാത്തവനായിട്ട് യഥേഷ്ടം സഞ്ചരിച്ചു. അടുത്തത് 9ാമത്തെ ശ്ലോകം. അത്യന്തസംഗവിലയായ ഭവത്പ്രണുന്നോ നൂനം സരൂപ്യഗിരിമാപ്യ മഹസമാജേ നിശങ്കമംഗകൃതവല്ലഭമംഗജാരിം തം ശങ്കരം പരിഹസന്നുമയാഭിഷേപേ. പദമുറിച്ച് പറയാം. അത്യന്ത സംഗവിലയായ ഭവത് പ്രണുന്നഃ നൂനം സ രൂപ്യഗിരിം ആപ്യ മഹത് സമാജേ നിശങ്കം അംഗകൃത വല്ലഭം അംഗജാരിം തം ശങ്കരം പരിഹസൻ ഉമയ അഭിഷേപേ. അത്യന്തമായ സംഘം വിഷയാസക്തി തീരെ നശിക്കാനായിട്ട് എന്ന് പറയുമ്പോൾ ലേശം പോലും അഹങ്കാരം ഉണ്ടെങ്കിൽ ആ ചിത്രകേതുവിൽ ഉണ്ടെങ്കിൽ അതുകൂടെ നശിക്കാനായിട്ട് ഇല്ലാതാക്കാനായിട്ട് ഭവത് പ്രണുന്നഹ നൂനം ഭഗവാന്റെ പ്രേരണ കൊണ്ട് എന്നതുപോലെ ഭഗവാൻ പ്രേരിപ്പിച്ചിട്ട് എന്നതുപോലെ സഹ എന്ന് പറയുമ്പോൾ ആ ചിത്രകേതു രൂപ്യഗിരിം ആപ്യ കൈലാസത്തെ പ്രാപിച്ചിട്ട് മഹത് സമാജെ നിശങ്കം മഹർഷിമാരുടെ മധ്യത്തിൽ യാതൊരു ശങ്കയുമില്ലാതെ അംഗകൃതവല്ലഭം ഭാര്യയെ മടിയിൽ വച്ചിരിക്കുന്ന അംഗചാരിം തം ശങ്കരം കാമാന്തകനായ ആ ശങ്കരനെ പരമശിവനെ പരിഹസിച്ചിട്ട് ഉമയ അഭിഷേപേ ഉമയാൽ ശപിക്കപ്പെട്ടു. അപ്പോൾ ശ്രീഹരി നൽകിയ ഏറ്റവും ശോഭയുള്ള വിമാനത്തിലിരുന്ന് സഞ്ചരിക്കുന്ന ചിത്രകേതു ഒരിക്കൽ സിദ്ധചാരണന്മാരാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന മഹാദേവനെ കാണുകയാണ്. ആ കാണുന്ന സമയത്ത് മഹാദേവൻ പാർവതീദേവിയെ മടിയിലിരുത്തിക്കൊണ്ട് ആലിംഗനം ചെയ്ത് ഇരിക്കുകയായിരുന്നു. ഇത് കണ്ട ചിത്രകേതു ശിവനെ ലേശം പരിഹസിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചു. അങ്ങ് ഒരു സാധാരണക്കാരനെ പോലെ ഇവിടെ ലജ്ജാഹീനനായിട്ട് സ്ത്രീയെ മടിയിലിരുത്തി സഭയിലിരിക്കുന്നു. പ്രാകൃതന്മാർ പോലും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇത് കേട്ട മഹാദേവൻ ഒന്നും തന്നെ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സദസ്സിലുള്ള മറ്റുള്ളവരും മൗനമായിട്ട് തന്നെ ഇരുന്നു. എന്നാൽ ചിത്രകേതു ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ പാർവതീദേവിക്ക് കോപം വന്നു. ബ്രഹ്മാദികളായ ദേവന്മാർ നിരന്തരം ധ്യാനിക്കുന്ന മംഗളസ്വരൂപനായ ജഗത്പൂജ്യനായിരിക്കുന്ന മഹാദേവനെ ലജ്ജ കൂടാതെ ശാസിക്കുന്ന ഇവൻ ദണ്ഡനത്തിന് അർഹനാണ്. അതുകൊണ്ട് അതിപാപികൾക്ക് മാത്രം ജനിക്കാൻ യോഗ്യമായിട്ടുള്ള അസുരയോനിയെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അസുരയോനിയിൽ പിറക്കട്ടെ എന്ന് പാർവതീദേവി ശപിച്ചു. അടുത്തത് 10ാമത്തെ ശ്ലോകം. നിസ്സംഭ്രമസ്ത്വയമയാജിതശാപമോക്ഷോ വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധീം ഭക്ത്യാത്മതത്വകഥനൈ സമരേ വിചിത്രം ശത്രോരഭി ഭ്രമമഭാസ്യ ഗതഃ പദം തേ. പദമുറിച്ച് പറയാം. നിസ്സംഭ്രമഃ തു അയം അയാജിത ശാപമോക്ഷഃ വൃത്രാസുരത്വം ഉപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാ ആത്മതത്വകഥനൈ സമരേ വിചിത്രം.
ശത്രോः അപി ഭ്രമം അഭാസ്യ ഗതഃ പദം തേ. അയം തു നിസ്സംഭ്രമഃ. ഈ ചിത്രകേതു ആകട്ടെ ഒട്ടും പരിഭ്രമിക്കാതെ അയാചിത ശാപമോക്ഷഃ, ശാപമോക്ഷം പോലും ചോദിക്കാതെ വൃത്രാസുരത്വം ഉപഗമ്യ, വൃത്രാസുരനായി തീർന്നിട്ട് സുരേന്ദ്രയോധി, യുദ്ധം ചെയ്യുന്ന സമയത്ത് ഭക്ത്യ ആത്മതത്വകഥനേഹി, ഭക്തിയോടുകൂടി ആത്മതത്വത്തെ പറഞ്ഞുകൊണ്ട് സമരേ ശത്രോഹോ അപി, യുദ്ധത്തിൽ ശത്രുക്കളുടെ പോലും ഭ്രമം അഭാസ്യ, അജ്ഞാനം അറിവില്ലായ്മയെ നീക്കിയിട്ട്, അജ്ഞാനത്തെ നീക്കിയിട്ട് ഭഗവാനെ ഗുരുവായൂരപ്പ ആ വൃത്രാസുരൻ തേ പദം ഗതഃ, അങ്ങയുടെ പദത്തെ പ്രാപിച്ചു. വിചിത്രം, ഇത് ആശ്ചര്യം തന്നെ. അപ്പോൾ ഇവിടെ പാർവതീദേവി ശപിച്ചപ്പോൾ ചിത്രകേതുവിന് യാതൊരു പരിഭ്രമവും ഉണ്ടായില്ല എന്നാണ്. ആ ശാപം, പരിഭ്രമം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആ ശാപത്തെ സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് വിശ്വരൂപൻ്റെ എന്ന് പറയുമ്പോൾ വിശ്വരൂപനെക്കുറിച്ച് 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. വിശ്വരൂപൻ്റെ അച്ഛനായ ത്വഷ്ടാവ് നടത്തിയ ഹോമാഗ്നിയിൽ നിന്ന് ചിത്രകേതു വൃത്രാസുരനായിട്ട് ജനിച്ചു. വൃത്രനും ദേവേന്ദ്രനുമായി പിന്നീട് യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിനിടയിൽ ശത്രുവായ ഇന്ദ്രനു പോലും ആത്മതത്വത്തെ ഉപദേശിച്ചിട്ട് വൃത്രൻ വൈകുണ്ഠത്തെ പ്രാപിച്ചു. അടുത്തത് 11-ാമത്തെ ശ്ലോകം. തുസ്സേവനേന ദിതിരിന്ദ്രവധോദ്യതാഭി താൻ പ്രത്യുദേന്ദ്രസുഹൃദോ മരുതോഭിലേഭേ ദുഷ്ടാശയേഭി ശുഭദൈവ ഭവന്നിഷേവ തത്താദൃശസ്ത്വമവമാം പവനാലയേശ. പദമുറിച്ച് പറയാം. ത്വത് സേവനേന ദിതിഹി ഇന്ദ്രവധോദ്യത അഭി, ഇന്ദ്രവധ ഉദ്യത അഭി താൻ പ്രത്യുത ഇന്ദ്രസുഹൃദഃ മരുതഃ അഭിലേഭേ ദുഷ്ടാശയേ അഭി ശുഭദ ഏവ ശുഭദേവ ഭവത് നിഷേവ തത്താദൃശഃ ത്വം അവ മാം പവനാലയേശ. 11-ാമത്തെ ശ്ലോകത്തിലെ മരുത്തുക്കളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയാണ്. ദിതിഹി ത്വത് സേവനേന, ദിതി അങ്ങയെ സേവിച്ചിട്ട്, ഇന്ദ്രവധോദ്യത അഭി, ഇന്ദ്രനെ വധിക്കാൻ ശ്രമിച്ചു എങ്കിലും, ഇന്ദ്രവധ ഉദ്യത അഭി, ഇന്ദ്രനെ വധിക്കാൻ ശ്രമിച്ചുവെങ്കിലും, പ്രത്യുത ഇന്ദ്രസുഹൃദ, അതിന് വിപരീതമായിട്ട്, ഉദ്ദേശിച്ചതിൻ്റെ നേരെ വിപരീതമായിട്ട് ഇന്ദ്രൻ്റെ സുഹൃത്തുക്കളായി തീർന്ന താൻ മരുത, ആ മരുത്തുക്കളെയാണ് അഭിലേഭെ ലഭിച്ചത്, പുത്രന്മാരായിട്ട് ലഭിച്ചത്. അപ്പോൾ ദുഷ്ടാശയെ അഭി, ദുഷ്ടഹൃദയന് പോലും, ദുഷ്ടമനസ്സുള്ളവനാണെങ്കിലും ഭവത് നിഷേവ, ഭഗവാനെ സേവിക്കുന്നതിലൂടെ ശുഭത ഏവ, മനസ്സ് ശുദ്ധമാകുക തന്നെ ചെയ്യും. പവനാലയേശ, ഗുരുവായൂരപ്പ തത്താദൃശഃ അപ്രകാരമുള്ള അവിടുന്ന് മാം അവ, എന്നെ രക്ഷിക്കണേ. ഇവിടെ കശ്യപ പ്രജാപതിയുടെ പത്നിയും അസുര മാതാവുമായ ദിതിക്ക് മക്കളായ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും വധിക്കപ്പെട്ടപ്പോൾ ഇന്ദ്രനോട് ഏറെ കോപമുണ്ടായി. ഇന്ദ്രനെ വധിക്കാനായിട്ട് തനിക്കൊരു പുത്രനുണ്ടാകണമെന്ന് ഭർത്താവായ കശ്യപ പ്രജാപതിയോട് ദിതി അപേക്ഷിക്കുകയാണ്. അങ്ങനെ ഭർത്താവ് ഉപദേശിച്ചു കൊടുത്ത പുംസവനം എന്ന് പറയുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന വ്രതം ദിതി അനുഷ്ഠിക്കാൻ തുടങ്ങി. എന്നാൽ ഇടയ്ക്ക് ആ വ്രതം മുടങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ വ്രതത്തിൻ്റെ ഫലം നേരെ വിപരീതമായി. വ്രതം കൊണ്ട് സങ്കല്പിച്ചത് ഇന്ദ്രനെ വധിക്കാനുള്ള പുത്രൻ വേണം എന്നായിരുന്നു. അപ്പോൾ എന്നാൽ ആ വ്രതഭംഗം വന്നപ്പോൾ ഗർഭത്തിലുണ്ടായിരുന്ന 49 പേരും ഇന്ദ്രൻ്റെ സുഹൃത്തുക്കളായിട്ട് മാറുകയാണ്.
അപ്പോൾ ഇന്ദ്രനെ വധിക്കാനായിട്ടൊരു പുത്രൻ വേണമെന്ന സങ്കല്പത്തോടു കൂടി വ്രതം അനുഷ്ഠിച്ചപ്പോൾ ആ വ്രതത്തിന് ഭംഗം വന്നു അതിനിടയിൽ. അതുകൊണ്ട് തന്നെ എന്താണ്, ഇന്ദ്രനെ വധിക്കാനുള്ള പുത്രൻ എന്നതിന് പകരം ഇന്ദ്രൻ്റെ സുഹൃത്തായി ആ വ്രതത്തിന് ശേഷമുണ്ടായ പുത്രന്മാരെ ഇന്ദ്രനെ അവരൊക്കെ ഇന്ദ്രൻ്റെ സുഹൃത്തുക്കളായിട്ട് മാറി എന്ന് പറയാണ്. അപ്പോൾ ഈശ്വര നിശ്ചയം മറ്റൊന്നാക്കാൻ ആർക്കാ സാധിക്കുക അല്ലേ? ഇവിടെ പത്തൂര് പറയാണ്, ഭഗവാനെ ദുഷ്ടഹൃദയനാണെങ്കിൽ പോലും ഭഗവാനെ ഭജിച്ചാൽ ആ മനസ്സ് പരിശുദ്ധമാകും. ഹരിനാമ കീർത്തനത്തിൽ എഴുത്തച്ഛനും ഇങ്ങനെ പറയുന്നുണ്ട്: ഉള്ളിൽ കനത്ത മതമാത്സര്യമെന്നിവകളുള്ളൊരു കാലം ഉടനെന്നാകിലും മനസ്സി ചൊല്ലുന്നതാരു തിരുനാമങ്ങളന്നവനു നല്ലു ഗതിക്കു വഴി നാരായണായ നമ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേ എന്ന് മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥനയോട് കൂടിയിട്ട് 23-ാമത്തെ ദശകം ഉപസംഹരിക്കുകയാണ്. ഈ ദശകം ശ്രദ്ധയോടെ ശ്രവിച്ച എല്ലാവർക്കും ഭഗവാനിലെ ഭക്തി വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.